നമ്മുടെ സുധാകരൻ തെറിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധൻരാജ്, നമ്മുടെ ഈ KPCC അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് ആ ഒരു പാർട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വളരെ ആശങ്കയോടുകൂടിയാണ് ഈ പറയുന്ന പിണറായി വിരുദ്ധരായിട്ടുള്ള ആളുകളും കോൺഗ്രസ് അനുകൂലികളും ഒക്കെ നോക്കി കാണുന്നത്. എന്താ പറയുക, നല്ല ചാൻസ് ഉള്ളൊരു സമയത്താണ് ഈ കോൺഗ്രസ് ഈ പടിക്കെ കൊണ്ട് ഈ കലമുടക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഉടയ്ക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഈ കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് വെച്ചിട്ട് വെറുതെ ഇരുന്നാലും UDF ജയിക്കും, LDF കഴിഞ്ഞ അടുത്ത UDF ആണെന്ന് വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം കുറെ പേര് മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടു ഡൽഹിക്ക് പോയതൊക്കെ കുപ്പായം ഒട്ടും പറ്റില്ലാത്ത ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തലയും നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബും. അതിനിടയ്ക്ക് വാർത്തകളും വരുന്നു 1.5 വർഷം ലീഗിനും മുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാവും. അതെ, ഡെപ്യൂട്ടി മന്ത്രിസ്ഥാനം ലീഗിന് കൊടുക്കും. കുഞ്ഞാലിക്കുട്ടി അതിനു വേണ്ടി അവിടുന്ന് രാജിവെച്ച് വന്നു. ഇത്രയൊക്കെ സംഭവിച്ചു, പക്ഷേ ജയിച്ചില്ല. കാരണം കുഞ്ഞാലിക്കുട്ടി ജയിച്ചു, അതല്ല കോൺഗ്രസ് UDF വന്നില്ല. കാരണം ഇവിടുത്തെ ട്രെൻഡ് അങ്ങനെയാണ് എന്നുള്ള തെറ്റിദ്ധാരണ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് മാറിയിട്ടുണ്ട്. അത് എങ്ങനെ നിന്നാലും ജയിക്കും എന്നുള്ളത്. പക്ഷെ എന്നാലും ഈ എന്താ പറയുക, നമ്മുടെ ഭരണവിരുദ്ധ വികാരം ഇപ്പൊ ശക്തമായിട്ടുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ജയിച്ചാലോ എന്നുള്ളൊരു ചാൻസ് കിട്ടിയപ്പോഴത്തേനും കുറെ പേര് കുപ്പായം തയ്പ്പിച്ചു. അല്ല, ഇത് രാഷ്ട്രീയ ബോധം ഒന്നും വേണ്ട. വെറുതെ പറഞ്ഞു കഴിഞ്ഞാലും പണിയെടുത്താൽ ജയിക്കാം. അതെ, ജയിക്കാമെന്നല്ല, ഈ പറയുന്ന അധികാരത്തിലേക്ക് എത്താം ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച്. പിന്നെ മലയാളികളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അല്ല, മുകളിലിരിക്കുന്നവൻ എപ്പോഴും താഴത്തോടെ നോക്കും. അതെ. അപ്പോ അത്രയ്ക്ക് സാധ്യതകളുള്ള സമയത്താണ് നമ്മുടെ KPCC അധ്യക്ഷനായിട്ടുള്ള സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്തരീക്ഷത്തിൽ പുകയുന്നത്. ഇപ്പോൾ AICCയുടെ ജനറൽ സെക്രട്ടറി കേരളത്തിന് ചുമതലയൊക്കെ ഉള്ള ദീപാദാസ് മുൻഷി, ഈ ദീപാദാസ് മുൻഷി മുൻകൈ എടുത്തിട്ടാണ് ഈ ചർച്ചകളെന്നും KC അവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ വരുന്നു. ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അവരാണ് ഇതിന്റെ ഇപ്പോ വരുന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ സുധാകരൻ തെറിക്കില്ല എന്നുള്ളതാണ്. അതേ സ്ഥാനത്ത് തന്നെ തുടരും, അടുത്ത ഇലക്ഷൻ വരെയൊക്കെ തുടരും എന്നുള്ളതാണ് കേൾക്കുന്നത്. കേരളത്തില് കോൺഗ്രസിലൊരു അഴിച്ചുപണി അല്ലെങ്കിൽ ഒരു നേതൃമാറ്റം അടക്കം എന്താ പറയാ, ഒരു പുനഃസംഘടന വേണം എന്നുള്ളതാണ് ഇപ്പൊ കേന്ദ്രത്തിന്റെ ഒക്കെ തന്നെ തീരുമാനം. അപ്പൊ അങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ സുധാകരനെ മാറ്റണം എന്നുള്ളൊരു ആലോചനയായിരുന്നു കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നത്. സുധാകരന് അസുഖമാണ്, സുധാകരന് വയ്യാണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. കുറച്ച് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പ്രായത്തിന്റെ എന്ന് കരുതി ഇപ്പോഴും KPCC പ്രസിഡന്റ് ആയിട്ടിരിക്കാൻ ഇപ്പൊ തെന്നല ബാലകൃഷ്ണപിള്ളയൊക്കെ ഇരുന്ന പോലെ ആ ഒരു പ്രായത്തിന്റെ ഒരു അവരുടെ സ്വഭാവം അല്ലെങ്കിൽ സംഘടനാ രീതിയല്ല പറഞ്ഞത്, അവരുടെ ഒരു പ്രായത്തിന്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ സുധാകരൻ എനർജറ്റിക് ആണ്. പറയേണ്ടത് മുഖത്ത് നോക്കി പറയുന്നുണ്ട്. പിണറായിക്കെതിരെ അതിശക്തമായ രീതിയിൽ, CPM-നെതിരെ അതിശക്തമായ രീതിയിൽ നിലപാടുകൾ പത്രക്കാരെ ഗൺമൈക്ക് കണ്ടാൽ തന്നെ അദ്ദേഹം അതേ എനർജിയിൽ തന്നെ നിൽക്കുന്നുണ്ട് പഴയതുപോലെ തന്നെ. ഇവിടുത്തെ പ്രശ്നം ഇത് സുധാകരനും VD സതീശനും തമ്മിലുള്ള ഈ പറയുന്ന വഴക്കാണ്. ഇവർ തമ്മിലുള്ള ഒരു ഐക്യമില്ലായ്മയാണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. അത് ഏതാണ്ടൊക്കെ ശരിയുമാണ്. കാരണം KPCC പ്രസിഡന്റ് ലേറ്റ് ആകുമ്പോൾ അവിടെ ഇരുന്ന് ഈ VD സതീശൻ ഇറങ്ങി പോവാ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഒരു തെറി ഇദ്ദേഹത്തെ വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടാണ്. ക്യാമറയുടെ മുമ്പിലെങ്കിലും അതൊക്കെ ഒഴിവാക്കാം. മൈക്കൊന്നും ഓൺ ആയില്ലെങ്കിൽ ഇവരിങ്ങനെയൊക്കെ പറയണേ എന്ന് പറഞ്ഞിട്ട് അതിനെ ഖണ്ഡിക്കാൻ ശ്രമിച്ചെങ്കിലും ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ 4 തെറി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ആൾക്കാരാണോ കേരളം ഭരിക്കാൻ പോണേ എന്നൊരു തോന്നലുണ്ടാവും. അപ്പോ ഇവർ തമ്മിലുള്ള വഴക്ക് അതിശക്തമാണ്. ഇവര് വരുന്ന സമയത്ത് നോക്കൂ, ഈ മുല്ലപ്പള്ളി ആയിരുന്നു KPCCയുടെ പ്രസിഡന്റ്, അതുപോലെ തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തല. ഇവര് രണ്ടുപേരും കൂടിയാണ് ഈ കോൺഗ്രസിനെയും അല്ലെങ്കിൽ UDF-നെയും താഴേക്ക് ഇറക്കിയത് എന്നുള്ള വൻ പ്രചരണം അണികൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു, നേതാക്കൾക്കിടയിൽ ഇല്ലെങ്കിലും. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ അതിശക്തമായിരുന്നു. അതിനുശേഷം വന്ന ഒരു വലിയ വികാരം ഇവരൊക്കെയാണ് തോൽപ്പിച്ചത്. ഇത് മാറണം എന്നുള്ളത് അതിശക്തമായിരുന്നു. ഇദ്ദേഹം പ്രതിപക്ഷ നേതാവുന്ന സമയത്തിനും 5 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി മന്ത്രിസഭ കഴിഞ്ഞ് പിണറായി സർക്കാർ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉറപ്പായിരുന്നു ഇദ്ദേഹമായിരിക്കും, നമ്മുടെ രമേശ് ചെന്നിത്തലയായിരിക്കും. ആ സമയത്ത് ഞാൻ വേറൊരു മാധ്യമ സ്ഥാപനത്തിലായിരുന്നു. അന്ന് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ സാറും ഞാനും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ആരാവണം ഇനിയുള്ള പ്രതിപക്ഷ നേതാവ്? അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു VD സതീശൻ ബെറ്റർ, കോൺഗ്രസിന് ഭയങ്കര ബെറ്റർ ആണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു സ്റ്റോറിയും ചെയ്തു വന്നു, VD സതീശൻ പ്രതിപക്ഷ നേതാവായാൽ എന്ന് പറഞ്ഞിട്ട് ആ മാധ്യമ സ്ഥാപനത്തിന് വേണ്ടി ഞാനൊരു സ്റ്റോറിയും ചെയ്തു.
പക്ഷെ കാലങ്ങൾ കടന്നു വന്നപ്പോൾ അദ്ദേഹം ഗസ് ചെയ്ത പോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. 5 വർഷങ്ങൾക്ക് ശേഷം വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലേക്ക് വന്നു. അപ്പോൾ അതിശക്തനായ പ്രതിപക്ഷ നേതാവ്, അതിശക്തനായ KPCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ആളുകൾക്ക് ആവേശമായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ മാറി ഇവർ തമ്മിൽ വഴക്ക് കൂടുമ്പോൾ എത്രത്തോളം കോൺഗ്രസിന് സാധ്യതയുണ്ട് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് അല്ലേ? അതെ അതെ. ഈ വി ഡി സതീശൻ്റെ കാര്യം പറയുമ്പോൾ അതിനു മുമ്പ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും ഈ ലോട്ടറി പ്രശ്നങ്ങളൊക്കെ നിയമസഭയിൽ ഉന്നയിക്കുകയും വളരെയധികം എന്താ പറയുക ഈ എനർജറ്റിക് ആയിട്ട് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതിപക്ഷത്തുള്ളൊരു ശബ്ദം, ഒരു യുവ ശബ്ദം എന്നുള്ള നിലയ്ക്ക് നമ്മളന്ന് അന്നേ നോട്ട് ചെയ്ത വ്യക്തിയാണ് ഈ വി ഡി സതീശൻ. പിന്നെ അത് കഴിഞ്ഞ് അധികാരത്തിൽ വന്നപ്പോഴും പ്രതീക്ഷിച്ചു വി ഡി സതീശൻ്റെ മന്ത്രിസ്ഥാനം ഉണ്ടാവുന്നു. അതിനകത്ത് പിന്നെ അത് മാറി. അല്ല, അപ്പോൾ അങ്ങനെ ഉള്ളൊരു വി ഡി സതീശൻ എന്ന് പറയുന്ന അത്ര മോശം ഒരാളല്ല, നല്ല നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പൊ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് മൂവാറ്റൂർ MLA മാത്യു കുഴൽനാടൻ. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് എന്താണെന്നറിയോ? പിണറായിക്കെതിരെ അതിശക്തമായ രീതിയിൽ കൈ ചൂണ്ടി സംസാരിക്കുന്നവനാണ് ഇപ്പോ ഏറ്റവും വലിയ ശക്തൻ കോൺഗ്രസിൽ. BJP-ക്കാരും അതിൻ്റെ അകത്ത് ഇല്ലാത്ത കാരണം അല്ലെങ്കിൽ അവരും കൈ ചൂണ്ടി സംസാരിച്ചാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. അല്ല, അന്നത്തെ 2 മാത്യു കുഴൽനാടനാണ് ഈ സതീശൻ. ഇന്ന് നമ്മൾ കാണുന്ന 2 മാത്യു കുഴൽനാടന്മാർക്ക് തുല്യമായിരുന്നു അന്നത്തെ സതീശൻ നിയമസഭയിൽ. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ കുറച്ച് ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യുന്നു. നമ്മുടെ കേരളത്തിലൊരു ട്രെൻഡ് ഉണ്ട്, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് നാളത്തെ മുഖ്യമന്ത്രി എന്നുള്ളത്. അതെ, 63 സീറ്റ് എന്ന് പറഞ്ഞൊരു കണക്ക് പറയുന്നുണ്ട് കോൺഗ്രസിന്. ഇപ്പൊ 63 സീറ്റ് കോൺഗ്രസിനുണ്ടെങ്കിൽ നോക്കൂ, മുസ്ലിം ലീഗിന് ഒരു 10-22 സീറ്റ് കൂട്ടാം. പിന്നെ അത് തന്നെ ആകുമ്പോൾ തന്നെ ഈ RSP ഉണ്ട്, പിന്നെ നമ്മുടെ കേരള കോൺഗ്രസ് ജോസഫ് ഉണ്ട്, ജേക്കബ് ഉണ്ട്. ജേക്കബിന് ഒരു സീറ്റൊക്കെ ഉള്ളൂ. അതെ അതെ. പിന്നെ തൃണമൂൽ കോൺഗ്രസ് വരാനിരിക്കുന്നു. അതെ അതെ, നമ്മുടെ അൻവർക്കയുടെ പാർട്ടി. അതെ, തൃണമൂൽ എങ്ങനെയാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ വിജിലൻസ് അന്വേഷണത്തിന്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഈ തൃണമൂലിന് ഇവിടെ ചിലപ്പോൾ കുറെ വോട്ട് കിട്ടും. 10 ലക്ഷം ബംഗാളികളുണ്ടല്ലോ. അതെ, ദീദിയുടെ വോട്ട് ചിലപ്പോൾ വന്നേക്കും. ഇവിടെ ബംഗാളികളുടെ പ്രശ്നമല്ല. ഈ തൃണമൂലിന്റെ നേതാവായുള്ള അൻവറിന്റെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹത്തിന് 2 ഇസത്തിനെതിരെയാണ് അദ്ദേഹം മുന്നോട്ട് നിന്നത്. ഒന്ന് കാട്ടാനയിസം, ഒന്ന് പിണറായിസം. ഈ 2 ഇസങ്ങളാണ് പുള്ളി മുമ്പിൽ വച്ചിരിക്കുന്നത്. അത് ബംഗാളികളുടെ വോട്ട് കിട്ടുമോ, നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിക്ക് പെരുമ്പാവൂരിന് വോട്ട് കിട്ടുമോ, അത് ഭീഷണിയാവും. എൽദോസ് കുന്നപ്പള്ളി തന്നെ ഒരു ഭീഷണിയാണ്. ആ സമയത്ത് എന്തൊക്കെയാവും എന്നുള്ളത് പറയാൻ കഴിയില്ല. പക്ഷെ കോൺഗ്രസിന് ജയിക്കാം. ഈ 63 സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് കൃത്യമായ രീതിയിൽ പണിയെടുക്കണം. ഇയാളൊരു ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ വൈദഗ്ധ്യം തെളിയിച്ച ആളാണ് എന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുള്ള ആളാണ് വി ഡി സതീശൻ. അദ്ദേഹം അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് 5 വർഷമായിട്ട് കാണാത്ത ഈ ചില സിനിമാ നടന്മാരൊക്കെ ഉണ്ട്, കുറെ നാളുകളായിട്ട് ഫീൽഡ് ഔട്ട് ആവും. പിന്നെ ഒരു ബഡ്ജറ്റ് ചിത്രവുമായിട്ട് ഇവര് പുതിയ റിലീസിംഗ് എന്നൊക്കെ പറഞ്ഞു വരും. അതെ, അതാണ് നമ്മുടെ രമേശ് ചെന്നിത്തല വന്നത്. SNDP NSSനെയൊക്കെ പിന്തുണച്ചുകൊണ്ട് ഇതാ രമേശ് ചെന്നിത്തല AK ആന്റണിയും രമേശ് ചെന്നിത്തലയും നമ്മുടെ തിരുവനന്തപുരം MP ആയിട്ടുള്ള ശശി തരൂരും ഒക്കെ വൻ പിന്തുണയാണ് സുധാകരനെ വയ്ക്കുന്നത്. അത് സുധാകരനോടുള്ള സ്നേഹം കൊണ്ടല്ല, വി ഡി സതീശനെ ഒതുക്കാനുള്ള പരിപാടിയാണ് എന്ന് സംശയിക്കേണ്ടതുണ്ട് അല്ലെ? നമ്മൾ ഈ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് ധനരാജ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, സുധാകരൻ പോയാൽ എന്താ സംഭവിക്കണേന്ന്. അതിനുകൂടി ഉത്തരം ഞാൻ പറയാം. സുധാകരൻ ഒരു ക്രൗഡ് പുള്ളറാണ്. ഇപ്പോൾ നമ്മൾ മലബാറിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഈ പിണറായി വിരുദ്ധരായിട്ടുള്ള ആളുകൾ, അത് മുസ്ലിം ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഒക്കെ യുവ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഒരുപാട് പ്രതീക്ഷയോടെ പണ്ട് മുതലേ കാണുന്ന ഒരാളാണ് സുധാകരൻ. പിണറായി വിജയനേക്കാൾ കൂടുതൽ ശക്തനാണ് താൻ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ പലപ്പോഴും പല അണികൾക്കും ഊർജം പകരാറുണ്ട്. അദ്ദേഹത്തിന് സംഘി പട്ടമൊക്കെ ഇടയ്ക്ക് ചേർത്താൻ നോക്കിയെങ്കിലും അതിലൊന്നും വീഴാതെ മുന്നോട്ട് പോയൊരു നേതാവാണ്. ഈ പറഞ്ഞ സംഘിപ്പട്ടം ഇതും ശരിക്കും പറഞ്ഞാൽ സുധാകരനൊരു പ്ലസ് പോയിന്റ് ആയി. എങ്ങാനും സുധാകരൻ പാർട്ടി മാറി BJP-യിലോട്ട് പോയാലോ എന്നൊരു സാധ്യത അവിടെ കാണാം. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ BJP-ക്ക് ഇപ്പോൾ കേരളത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഒരു നേതാവില്ല എന്നുള്ളതാണ്. പറയാൻ കുറേ നേതാക്കന്മാരൊക്കെ ഉണ്ടെങ്കിലും ആരും തന്നെ ഈ പറയുന്ന മാതിരി ക്രൗഡ് പുള്ളർ എന്ന് പറയുന്ന ലെവലിലൊന്നുമില്ല. അങ്ങനത്തെ സ്ഥലത്ത് BJP-യിലോട്ട് സുധാകരനെങ്ങാനും എത്തുകയാണെങ്കിൽ കേരളത്തിൽ BJP-യുടെ സ്വഭാവം മാറും, ആൾക്കാരുടെ എന്താ പറയുക സീറ്റിൻ്റെ എണ്ണവും കൂടും. അങ്ങനെ സാധ്യതയും കൂടെ കോൺഗ്രസ് ചിലപ്പം പേടിക്കുന്നുണ്ടാവും. ഈ BJP-യുടെ പത്രസമ്മേളനങ്ങളിൽ പല വിധത്തിലുള്ള അശ്ലീല വാക്കുകൾ കേൾക്കുക എന്നുള്ളതാണ്. എന്തായാലും സുധാകരൻ തെറിക്കില്ല. സുധാകരൻ അവിടെ തന്നെ നിൽക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്.
ആ സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ വളരെ പോസിറ്റീവായി ഈ പറയുന്ന വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടെന്ന് പറയുന്ന പോലെ വെള്ള ഷർട്ട് ഇട്ടവരൊക്കെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ തലത്തിൽ നിന്നും എങ്ങനെ ജയിക്കാം, എങ്ങനെ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലേക്ക് കൃത്യമായ രീതിയിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ജയിക്കാം. പക്ഷേ വഖഫ് വിഷയം അവിടെ കിടക്കുകയാണ്. വഖഫ് വിഷയം കോൺഗ്രസിന് വലിയ 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 പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ അകത്ത് കൃത്യമായൊരു നിലപാടെടുക്കുന്നില്ല. നിലപാടെടുക്കുന്ന ആൾക്കാരെ തിരുത്താൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ജനം കാണുന്നുണ്ട്. ഈ സമയത്താണ് ഒരു വലിയ നേതാവിനെതിരെയുള്ള പടയൊരുക്കവും. കാത്തിരുന്ന് കാണാം കോൺഗ്രസിന്റെ അവസ്ഥ കേരളത്തിൽ. മറ്റു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.